ഹായ് ഫ്രണ്ട്സ്, ESI ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ പ്രോസസ്സുകളാണ് ഇന്നിവിടെ നോക്കുന്നത്. ഞാൻ ബ്രൈറ്റ് കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. pehchan കാർഡ് എന്ന ESI കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെ? ഇപ്പോൾ കാർഡ് രൂപത്തിലല്ല ESI കാർഡ് ഉള്ളത്. അതുപോലെ തന്നെ ആധാർ ലിങ്ക് ചെയ്യുന്നതും മെഡിക്കൽ അക്സെപ്റ്റൻസ് കാർഡ് എന്ന 7B ഫോം ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്നും നോക്കുന്നുണ്ട്. ആനുകൂല്യം ലഭിക്കുന്നതിന് ഇപ്പോൾ 7B ഫോമും കൂടി ആവശ്യമുണ്ട്. കൂടാതെ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്ന പർട്ടിക്കുലേഴ്സ് അപ്ഡേറ്റും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കുന്നുണ്ട്. PFുമായി ബന്ധപ്പെട്ട PF അഡ്വാൻസ് വിഡ്രോവൽ, പെൻഷൻ വിഡ്രോവൽ, ഫുൾ എമൗണ്ട് വിഡ്രോവൽ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഇവയൊക്കെ EPF എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകൾ അടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി ആദ്യം ഗൂഗിളിൽ ESIC എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ വെബ്സൈറ്റിൽ പ്രവേശിക്കാനുള്ള ലിങ്ക് ലഭിക്കും. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ നമുക്ക് താഴെ കാണുന്ന ടാബുകളിൽ ഇൻഷ്യൂർഡ് പേഴ്സൺ ബെനിഫിഷ്യറി എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പോപ്പപ്പ് വിൻഡോയിൽ ഓക്കെ കൊടുത്താൽ മറ്റൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതും ഇവിടെ നമുക്ക് മുകളിൽ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. ഞാനിവിടെ ഇംഗ്ലീഷ് കൊടുക്കുകയാണ്. അതിനുശേഷം യൂസർ ഐഡിയും പാസ്വേഡും ഉള്ളവർക്ക് ലോഗിൻ ചെയ്യാം. ഇവിടെ യൂസർ ID ആയിട്ട് കൊടുക്കേണ്ടുന്നത് ESI നമ്പറാണ്. ഇൻഷുറൻസ് പോളിസി നമ്പറായ ESI നമ്പരും പാസ്വേഡും കൊടുത്താണ് ലോഗിൻ ചെയ്യേണ്ടുന്നത്. അങ്ങനെ പാസ്വേഡ് ഇല്ലാത്തവർക്ക് തൊട്ട് താഴെയായി സൈനപ്പ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് നമുക്കത് രജിസ്റ്റർ ചെയ്യേണ്ടതുകൊണ്ട് ഞാനിവിടെ സൈനപ്പിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പാസ്വേഡ് മറന്നുപോയവർക്ക് ഫോർഗറ്റ് പാസ്വേഡും ഉണ്ട്. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇൻഷുറൻസ് നമ്പർ, അതായത് ESI നമ്പറാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. നിങ്ങളുടെ കമ്പനിയിൽ ചോദിച്ചാൽ ആ ഒരു നമ്പർ നിങ്ങൾക്ക് ലഭിക്കും. ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തിപ്പോൾ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്തും കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പരും രണ്ടും അത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡുകൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ സൈനപ്പിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ PFലൊക്കെ കൊടുത്തിരിക്കുന്ന അതേ മൊബൈൽ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തുമാണ് ഇവിടെ കൊടുക്കേണ്ടുന്നത്. ആധാറിലൊക്കെയുള്ള ഡേറ്റ് ഓഫ് ബർത്തും. ഞാനിവിടെ ഇതെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ സൈനപ്പിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് നമ്മളിപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ഈ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് നമുക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടുന്നതുണ്ട്. അതിനുള്ള പേജാണിത്. ഇവിടെ ഇംഗ്ലീഷിലെ ചെറുതും വലുതും അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ഒക്കെ അടങ്ങിയ ആൽഫ ന്യൂമറിക് പാസ്വേഡാണ് കൊടുക്കേണ്ടത്. ABCD@123. അതിൽ A എന്നുള്ള അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അതുപോലുള്ള പാസ്വേഡുകൾ കൊടുക്കാവുന്നതാണ്. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇവ രണ്ടും കൊടുത്ത് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ സബ്മിറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. തുടർന്ന് പാസ്വേഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും അവിടെ തന്നെ ക്ലിക്ക് ഹിയർ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് നമുക്ക് നേരത്തെ ലോഗിൻ പേജിലേക്ക് പോവുകയും ചെയ്യാം. നേരത്തെ പ്രവേശിച്ച, അല്ലെങ്കിൽ ആ പേജിൽ ഡയറക്റ്റ് നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ESI നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് അതിനും തൊട്ട് താഴെയായിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡുകൾ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ ലോഗിനിൽ പ്രസ് ചെയ്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. തുടർന്ന് നിർദ്ദേശങ്ങളടങ്ങിയ ഒരു ചുവന്ന പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ആധാർ ഒക്കെ സീഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ എംപ്ലോയിയുടെ ഡീറ്റെയിൽസൊക്കെ ആദ്യം കാണിക്കുന്നതും തൊട്ട് താഴോട്ട് മറ്റ് നിർദ്ദേശങ്ങൾ കാണിക്കുന്നതുമാണ്. ഇവിടെ ഇടത് സൈഡിൽ അവസാനം ആധാർ സീഡിംഗ് ഫോർ IP ആൻഡ് ഡിപ്പെൻഡൻറ്റ് എന്ന് കാണാം. ഇൻഷുർഡ് പേഴ്സൻ്റെയും ആശ്രിതരുടെയും ആധാർ സീഡ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കമ്പൽസറിയാണ്. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടുന്നത്. തുടർന്ന് എംപ്ലോയിയുടെ പേരും നമ്പരും എംപ്ലോയർ കോഡും ഒക്കെ അവിടെ കാണിക്കുന്നതാണ്. എംപ്ലോയർ കോഡിന് നേർക്ക് റൗണ്ട് എനേബിൾ ആയിട്ടുണ്ട്. പ്രൊസീഡ് കൊടുക്കുകയാണ്. തൊട്ട് താഴെയുള്ള പ്രൊസീഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. ഇവിടെ ആക്ഷന് താഴെയായി ക്ലിക്ക് ഹിയർ ടു സീഡ് ആധാർ എന്ന് കാണാം. അതിൻ്റെ നേർക്ക് ഓരോരുത്തരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒടുവിലായിട്ട് ആധാർ സ്റ്റാറ്റസിന് താഴെയായിട്ട് നീഡ് ടു സീഡ് എന്ന് കാണിച്ചിരിക്കുന്നത് കാണാം. അതായത് ഈ ആധാർ ലിങ്ക് ചെയ്തിട്ടില്ല, സീഡ് ചെയ്തിട്ടില്ല. ഇവിടെ ആക്ഷന് താഴെയായി കൊടുത്തിരിക്കുന്നത് എംപ്ലോയിയുടെയും അതേപോലെ ആശ്രിതരുടെയും മറ്റ് നോമിനിയുടെയും കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെയും ഒക്കെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. സീഡ് ചെയ്യാത്തവർക്ക് ആ ക്ലിക്ക് ഹിയർ ടു സീഡ് ആധാർ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് താഴോട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അവിടെ ആ ക്ലിക്ക് ചെയ്ത് കൊടുത്ത വ്യക്തിയുടെ ആധാർ നമ്പർ കൊടുക്കുവാനുള്ള കോളമുണ്ട്.
ഞാനിവിടെ എംപ്ലോയിയെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എംപ്ലോയിയുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഡീറ്റെയിൽസ് മുകളിൽ അവിടെ തന്നെ വന്നിട്ടുള്ളത് കാണാം. അതിനുശേഷം അവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്. ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം സെൻഡ് OTP എന്നവിടെ കാണാം. ആ സെൻഡ് OTPയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ വ്യക്തിയുടെ ലിങ്ക് ചെയ്തിരിക്കുന്ന ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ എഴുതി കാണിക്കും. അവസാനത്തെ 4 ഡിജിറ്റ് അവിടെ കാണിക്കും. ആ മൊബൈലിലേക്ക് OTP പോവുകയും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. വെരിഫൈ അല്ല, വാലിഡേറ്റ് ആണ്. വാലിഡേറ്റിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ആധാർ ഡീറ്റെയിൽസ് വാലിഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നെഴുതി കാണിക്കുന്നതാണ്. തൊട്ട് താഴെ ABHA ഡീറ്റെയിൽസ് ജനറേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ABHA എന്നാൽ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് എന്നാണ്. ഇതാണ് നമ്മൾ പണ്ട് ആയുഷ്മാൻ ഭാരത് കാർഡാണെന്ന് തെറ്റിദ്ധരിച്ച് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഹെൽത്ത് ID മാത്രമാണ്. അതായത് ഒരു രോഗിക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് എന്ന രേഖകൾ ഡിജിറ്റലായി സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായമാണ് ABHA കാർഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അതിലോട്ട് ഉൾക്കൊള്ളിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. തൊട്ട് താഴെ പ്രൊസീഡ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. ABHA ഡീറ്റെയിൽസ് ജനറേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നതും കാണാം. ഇത്രയും ചെയ്തെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവൂ. തുടർന്ന് നമുക്ക് നേരത്തെ അവിടെ കാണിച്ചിരുന്ന സ്ഥാനത്ത് ആധാർ സ്റ്റാറ്റസിന് നേർക്ക് നീഡ് ടു സീഡ് എന്ന് കാണിച്ചിരുന്നിടത്ത് വെരിഫൈഡ് എന്ന് ഇപ്പോൾ കാണിക്കുന്നതും കാണാം. ഇങ്ങനെ ഓരോരുത്തരുടെയും നേർക്ക് ക്ലിക്ക് ചെയ്ത് താഴെ വന്ന് അവരുടെ ആധാർ നമ്പർ കൊടുത്ത് ഇതുപോലെ പ്രോസസ്സ് ചെയ്ത് ഓരോരുത്തരുടെയും ആധാർ സീഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ ആധാർ നിലവിൽ സീഡ് ചെയ്തിട്ടുള്ളവർക്ക്, ലിങ്ക് ചെയ്തിട്ടുള്ളവർക്ക് അവിടെ ഓൾറെഡി വെരിഫൈഡ് എന്ന് കാണിക്കും. അവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുവാനും സാധിക്കുന്നതാണ്. തിരിച്ച് ഹോം പേജിലേക്ക് വന്നാൽ ഇവിടെ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടുന്നത് അപ്ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എന്നൊരു ലിങ്ക് കാണാം. അതും കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതാണ്. അവിടെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് സൈറ്റിൻ്റെ പോപ്പപ്പ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അലോ ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഇവിടെ കാണിക്കുന്നത് കാണാം. ഇവിടെ ഇപ്പോൾ പർട്ടിക്കുലേഴ്സ് വന്നിട്ടുണ്ട്. എംപ്ലോയിയുടെ ഡീറ്റെയിൽസാണ് ആദ്യം വന്നിരിക്കുന്നത്. അതിന് താഴെയായിട്ട് കുറേ ലിങ്കുകൾ കാണാം. പേഴ്സണൽ ഡീറ്റെയിൽസ്, ബെനിഫിഷ്യറി ഡീറ്റെയിൽസ്, അഡ്രസ് ഡീറ്റെയിൽസ്, അങ്ങനെ ഇവ ഓരോന്നും നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് നിലവിൽ അപ്ഡേറ്റ് ചെയ്തവർക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. അത് ഓരോന്നും എടുത്ത് നോക്കുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കും. ഞാനിവിടെ ആദ്യം കാണുന്ന പേഴ്സണൽ ഡീറ്റെയിൽസിൽ ലിങ്ക് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരും. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും. അതൊന്ന് എൻലാർജ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമുക്കിപ്പോൾ ആധാർ ID പ്രൂഫ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല എന്ന് കാണാം. അവിടെ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ID പ്രൂഫുകളുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് മതിയാകും. ഞാനിവിടെ ആധാർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്പെസിഫിക്കേഷൻ, അതായത് 200 KB താഴെയുള്ള JPG PDF ഫോർമാറ്റിലോ ഉള്ള ഫയൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അവിടെ കാണുന്ന ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് ഫയൽ ഇവിടേക്ക് കൊണ്ടുവന്നതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന അപ്ഡേറ്റിൽ പ്രസ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒരു ID പ്രൂഫ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. തൊട്ട് വലത് സൈഡിൽ ഒരു സെക്കൻഡ് എവിഡൻസും കൂടി ചോദിക്കുന്നുണ്ട്. ID പ്രൂഫും ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവയെല്ലാം കൊടുത്തതിന് ശേഷം താഴെ വന്ന് ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം ഏറ്റവും അവസാനം കാണുന്ന അപ്ഡേറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ ഓൾറെഡി അപ്ഡേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എഴുതി കാണിക്കും. അത് ഓൾറെഡി അപ്ഡേറ്റഡ് ആണെന്ന് കാണിക്കും. പിന്നീട് നമുക്ക് ചെയ്യാൻ സാധിക്കത്തതുമില്ല. ഇവിടെ ഇപ്പോൾ നിലവിലുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പോലെ തന്നെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ്, അഡ്രസ് ഡീറ്റെയിൽസ്, നോമിനി ഡീറ്റെയിൽസ്, ഫാമിലി ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ് തുടങ്ങിയവയൊക്കെ ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിവിടെ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് ഇതെല്ലാം സെയിം തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക്, എഡിറ്റ് ചെയ്യാനുള്ളവർക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും നമ്മൾ ഹോം പേജിലേക്ക് വന്നാൽ ഇനിയാണ് നമുക്ക് കോർ പോയിൻറ്റിലേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം വ്യൂ പ്രിൻ്റ് E-PEHCHAN കാർഡെന്ന്. ഇത് ESI കാർഡാണ്. നേരത്തെ ESI കാർഡെന്ന് അറിയപ്പെട്ടിരുന്നതാണ്. ഇപ്പോൾ E-PEHCHAN കാർഡെന്ന് പറയുന്നത്. ഇതൊരു കാർഡല്ല, ഇപ്പോൾ ഒരു പ്രിൻറ്റഡ് ഫോമിലുള്ള ഒരു പേപ്പറാണ്. ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ESIയിൽ നിന്ന് സൗജന്യ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതിന് വേണ്ടി ഇതിനോടൊപ്പം മെഡിക്കൽ അക്സെപ്റ്റൻസ് കാർഡ് എന്ന് പറഞ്ഞാൽ 7B ഫോമും കൂടിയുണ്ട്. അതും ഇതിനോടൊപ്പം നമുക്ക് എടുക്കേണ്ടതുകൊണ്ട് ഇവിടെ നമുക്ക് വ്യൂ പ്രിൻ്റ് E-PEHCHAN കാർഡിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നതും അവിടെയും അവസാനമായിട്ട് വ്യൂ പ്രിൻ്റ് E-PEHCHAN കാർഡ് എന്നൊരിക്കൽ കൂടി കാണിക്കുന്നതാണ്. അവിടെ വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമുക്ക് ഈ വരുന്ന ഫോമിൽ മുകളിൽ ഇടത് സൈഡിലായിട്ട് അവിടെ മെഡിക്കൽ അക്സെപ്റ്റൻസ് കാർഡ് എന്ന് കാണാം. ആ മെഡിക്കൽ അക്സെപ്റ്റൻസ് കാർഡിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്നാണ് നമുക്ക് 7B ഫോം 7B ലഭിക്കുന്നത്. ഈ ഒരു പ്രിൻറ്റും കൂടി നമ്മളുടെ കാർഡിനൊപ്പം കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സൗജന്യ ചികിത്സ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഡൗൺലോഡ് ചെയ്ത ഈ മെഡിക്കൽ അക്സെപ്റ്റൻസ് കാർഡിൻ്റെ വലത് സൈഡിൽ മുകളിൽ 7B എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതും പ്രിൻ്റ് എടുക്കേണ്ടതാണ്. ആ ഫോമിൻ്റെ താഴെ എംപ്ലോയി ഒപ്പിടേണ്ടുന്നതുണ്ട്. അത് അവിടെ കാണിച്ചിരിക്കുന്നത് കാണാം.
നമ്മളിവിടെ ഈ പഹ്ചാൻ കാർഡ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഇവിടെ താഴെ വീണ്ടും ആ മുകളിൽ ലിങ്കിൽ പ്രസ് ചെയ്തത് താഴെ പോപ്പപ്പ് ആയിട്ട് കുറേ വിൻഡോകൾ വന്ന് കിടക്കുന്നതാണ്. അതിൽ നമുക്കുള്ള ഈ പഹ്ചാൻ കാർഡ് ഉണ്ട്. അതിൽ നിന്ന് എടുത്ത് വരികയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്ത് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഏറ്റവും ഒടുവിലായി താഴെയായി പ്രിൻ്റ് ഡൗൺലോഡ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ESI കാർഡ് എന്ന ഈ പഹ്ചാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും. PDF ഫോർമാറ്റിൽ A4 സൈസിലാണ് നമുക്കിപ്പോൾ ഈ പഹ്ചാൻ കാർഡ് എന്ന ESI കാർഡ് ലഭിക്കുന്നത്. അത് ഓപ്പൺ ചെയ്താൽ അവിടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാകും. UIN നമ്പരും എംപ്ലോയറുടെ ഡീറ്റെയിൽസും നോമിനി ഉൾപ്പെടെയുള്ള ആശ്രിതരുടെ ബെനിഫിഷ്യറീസിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഉണ്ടാകും. അതിൻ്റെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുർ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ഇൻഷുററും ഫാമിലിയിലുള്ള മറ്റ് ഗുണഭോക്താക്കളുടെയും ഗ്രൂപ്പ് ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ആ ഗ്രൂപ്പ് ഫോട്ടോ അവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ എംപ്ലോയറെ കൊണ്ട് സൈൻ ചെയ്യണം. കൂടാതെ തൊട്ടിപ്പുറത്ത് തന്നെ എംപ്ലോയർ സൈൻ ചെയ്യുവാനും എംപ്ലോയി സൈൻ ചെയ്യുവാനും ഒക്കെയുള്ള കോളങ്ങളുണ്ട്. നേരത്തെ കാണിച്ച പർട്ടിക്കുലേഴ്സ് അപ്ഡേറ്റ് വഴി UIN നമ്പർ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാമോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ എംപ്ലോയർ വഴി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ESI ഫോമിനൊപ്പം ഫോം 7B മെഡിക്കൽ അക്സെപ്റ്റൻസ് ഫോമും കൂടി നമ്മൾ കരുതണം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.